റോഷിപാൽ തുടരുക. ഇപ്പോൾ വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻദാസ് കൂടി ചേരുന്നുണ്ട്. മോഹൻ വർഗീസ് ചേരുന്നുണ്ട്. ശ്രീ മോഹൻ വർഗീസ്, ഇപ്പോൾ യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു എന്നാണോ നമുക്കിപ്പോൾ ഈ സാഹചര്യത്തിൽ മനസ്സിലാക്കേണ്ടത്? യുദ്ധസമാനം എന്ന് പറയുന്നത് വളരെ പരിമിതമായ ഒരു പദപ്രയോഗമായിരിക്കും. ഏതാണ്ട് പൂർണ്ണ യുദ്ധത്തിലേക്ക് തന്നെ നീങ്ങുകയാണ്. അപ്രഖ്യാപിത യുദ്ധമാണ്. പക്ഷെ അടിയും തിരിച്ചടിയുമായി 2 റൗണ്ട് നീങ്ങിയിരിക്കുന്നു. അപ്പോൾ ഏതാണ്ട് 24 മണിക്കൂറായിരിക്കുന്നു ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ആദ്യം ഉണ്ടായ പ്രീഎംപ്റ്റീവ് സ്ട്രൈക്കിന് ഇറാൻ മറുപടി കൊടുത്തിരിക്കുന്നു. അതിനുശേഷം ഇസ്രായേൽ മറുപടി കൊടുത്തു, അതിന് മറുപടിയായി ഇറാൻ. അപ്പൊ ഈ രണ്ട് റൗണ്ട് ഇപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇതിനകത്തെ കാണുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് കുറച്ച് പ്രിസിഷൻ സ്ട്രൈക്കിംഗ് വരുന്നത്. ഇസ്രായേലിന്റെ ആണവ നിലയങ്ങൾ, ഫർദോ ആണവ നിലയം ഉൾപ്പെടെയുള്ള ആണവ നിലയങ്ങളിലേക്ക് മിസൈലുകൾ പാഞ്ഞു എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. പാർപ്പിട സമുച്ചയത്തിൽ കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന റിപ്പോർട്ട് വരുന്നു. അതത്ര പരിചിതമായ ഒരു കാര്യമല്ല. ഇസ്രായേലിന്റെ അയൺ ഡോം വളരെ വിഖ്യാതമായ അയൺ ഡോമാണ്. ചിലപ്പോഴൊക്കെ അത് ഭേദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഹമാസിന്റെ ആക്രമണം, ഒക്ടോബർ 7 ആക്രമണത്തിൽ ചെറിയ രീതിയിൽ അയൺ ഡോമിന് വിള്ളൽ വീണിട്ടുണ്ട് എന്നത് ശരിയാണ്. പക്ഷേ ഇറാന്റെ കഴിഞ്ഞ വർഷം നടന്ന 2 മേജർ ആക്രമണങ്ങളിലും കാര്യമായ പ്രതിരോധം ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുണ്ടായി. എന്നാൽ ഈ പ്രാവശ്യം ഏതാനും മിസൈലുകൾ അയൺ ഡോം സംവിധാനം ഭേദിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ മണ്ണിൽ പതിക്കുന്ന സാഹചര്യം ഉണ്ടായി. കാരണം അയൺ ഡോം എന്ന് പറയുന്നത് ഒരൊറ്റ സംവിധാനമല്ല. ഈ ആരോ എന്ന് പറയുന്ന ലോങ് റേഞ്ച് മിസൈൽ പ്രതിരോധ സംവിധാനം, വളരെ ദൂരത്ത് നിന്ന് തന്നെ ആ മിസൈലുകളെ കണ്ടെത്തി നശിപ്പിക്കാനുള്ള സംവിധാനം. അതുപോലെ തന്നെ ഡേവിഡ് സ്ലിംഗ്, ഒരു ഇന്റർമീഡിയറ്റ് റേഞ്ച് ഓഫ് മിസൈൽസിനെ കുറച്ച് അടുത്ത് വെച്ച് തന്നെ നശിപ്പിക്കാൻ കഴിയുന്ന ദാവീദിന്റെ കവണ എന്ന രീതിയിലുള്ള ഡേവിഡ് സ്ലിംഗ് സംവിധാനം. ഏറ്റവും ഇന്നർ സർക്കിൾ എന്ന് പറയുന്നത് അടുത്ത് വരുന്ന മൊളോട്ടോവ് കോക്ടെയിലുകളാകട്ടെ ചെറിയ റോക്കറ്റുകളാകട്ടെ പ്രതിരോധിക്കാൻ കഴിയുന്ന അയൺ ഡോം. ഇത് മൂന്നും ചേരുന്ന ഒരു കുറ്റമറ്റ സംവിധാനം എന്ന് ഇസ്രായേൽ കൊട്ടിഘോഷിക്കുന്ന ഒരു സംവിധാനത്തിൽ സ്വാഭാവികമായി വിള്ളലുകൾ വീഴുന്നു. ഏറെ മിസൈലുകൾ ഒരേ സമയത്ത് വരുമ്പോൾ അതിന്റെ ഒരു പ്രതിരോധ ശേഷിക്ക് കുറവ് വരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ആണവ ഫെസിലിറ്റി മാത്രമല്ല, ഡിഫൻസ് കേപ്പബിലിറ്റിയുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ പോലും ആക്രമണം നടന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആദ്യമായിട്ടാണ് ഇത്രയധികം പ്രിസിഷൻ സ്ട്രൈക്കിലേക്ക് ഇറാൻ നീങ്ങുന്നത്. അതായിരിക്കും ഒരുപക്ഷെ അയത്തുള്ള അലി ഖുമൈനി ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു വലിയ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ തിരിച്ചടിയാണ് ഉണ്ടാകാൻ പോകുന്നത്. സാധാരണഗതിയിൽ ഇറാന്റെ ഭാഗത്തു നിന്ന് വരുന്ന വാക്കുകൾ വലിയ റെറ്ററിക് എന്നതിനേക്കാൾ കൂടുതൽ അർത്ഥം ഇസ്രായേൽ കൽപ്പിക്കാറില്ല. കാരണം പലപ്പോഴും വലിയ വാഗ്ധോരണി ഉണ്ടാവുകയും എന്നാൽ അധിക കാര്യങ്ങളിൽ പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ അത് നിരാശാജനകമാവുകയും ചെയ്യുന്ന ഒരു ചരിത്രമുണ്ട്. അത് മാത്രമല്ല, ഇറാനാണ് ഈ തമ്മിലുള്ള പോരാട്ടത്തിൽ വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പോരാട്ടത്തിൽ, നേരിട്ടുള്ള യുദ്ധമല്ല, വളരെയധികം ജീവൻ നഷ്ടപ്പെട്ടത്, പ്രത്യേകിച്ച് ഉന്നത നേതാക്കളുടെ ജീവൻ നഷ്ടപ്പെട്ടത് ഇറാനിലാണ്. നോക്കൂ, 2020 തന്നെ ഇറാൻ വളരെയധികം പ്രതീക്ഷയോടുകൂടി കണ്ടിരുന്ന ഖാസിം സുലൈമാനി, അത് ഇറാന്റെ ഈ റവല്യൂഷണറി ഗാർഡിന്റെ ഒക്കെ തലപ്പത്തുള്ള സൈനിക നേതൃത്വത്തിലുള്ള വലിയൊരു പ്രതീക്ഷയായിരുന്നു ഖാസിം സുലൈമാനി. അമേരിക്കയുടെ സഹായത്തോടു കൂടി ഖാസിം സുലൈമാനി കൊല്ലപ്പെടുകയും അതിനുശേഷം ഇറാന്റെ വലിയൊരു നിര ആണവ ശാസ്ത്രജ്ഞന്മാർ വ്യത്യസ്തമായ ആക്രമണങ്ങളിൽ പല സമയത്ത്, യുദ്ധസമയത്തല്ല എന്നോർക്കണം, വ്യത്യസ്തമായ സമയങ്ങളിൽ ആക്രമണങ്ങളിൽ പ്രിസിഷൻ അറ്റാക്കുകൾ കൊല്ലപ്പെടുകയും ചെയ്ത ഒരു ചരിത്രമുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിലും 2 പ്രധാനപ്പെട്ട ആണവ ശാസ്ത്രജ്ഞന്മാർ കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് വരുന്നത്. അതേപോലെ തന്നെ ഈ ഇബ്രാഹിം റൈസി, മുൻ പ്രസിഡന്റാണ്. അദ്ദേഹത്തിന്റെ ഈ മരണത്തിന് പിന്നിൽ വലിയ ദുരൂഹതകളാണുള്ളത്. ഒരു ഹെലികോപ്റ്റർ അപകടത്തിലാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടത് എങ്കിൽ പോലും ആ ഹെലികോപ്റ്റർ അപകടത്തിന് കാരണമായ ബുദ്ധികേന്ദ്രം ഇസ്രായേലിന്റെ മുസ്ലിമാണ് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ പേജർ സ്ഫോടനമാണോ അതിന് പിന്നിലെ കാരണം? ഇപ്പോൾ ഏതാണ്ട് പേജർ സ്ഫോടനം നടന്നത്, ലെബനനിൽ പേജർ സ്ഫോടനം നടന്നതിന് സമാന്തരമായിട്ടാണ് അവിടെയും ഈ സംഭവം നടന്നത്. അതുകൊണ്ട് മാത്രമല്ല, ഇപ്പോൾ ഇതാ 2 ഉന്നത നേതാക്കന്മാർ, അതായത് IRGC, ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ഉന്നത ശ്രേണിയിലുള്ള കമാൻഡർമാർ, മുഹമ്മദ് ബഗേരി, അദ്ദേഹം സൈനിക തലവൻ കൂടിയാണ്, ഹുസൈൻ സലാമി, 2 പേരും വധിക്കപ്പെട്ടിരിക്കുന്നു. ഇതൊന്നും തന്നെ ഒരു റാൻഡം അറ്റാക്കിൽ വധിക്കപ്പെട്ടതല്ല എന്നോർക്കണം. അപ്പൊ കൃത്യമായ പ്രിസിഷൻ സ്ട്രൈക്കുകളാണ് ഇറാന്റെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്, മിലിറ്ററി ലീഡർഷിപ്പ് ആൻഡ് ടെക്നോ ലീഡർഷിപ്പ്, പ്രത്യേകിച്ച് ന്യൂക്ലിയർ സയന്റിസ്റ്റ്, അതുപോലെ ഇറാന്റെ ന്യൂക്ലിയർ പദ്ധതിയുടെ ഒക്കെ വലിയ തലപ്പത്തുണ്ടായിരുന്ന ഫക്കിസാദ ഏതാനും വർഷം മുമ്പ് കൊല്ലപ്പെട്ടു. അപ്പൊ ഇതെല്ലാം കാട്ടുന്നത് ഈ തെരഞ്ഞു പിടിച്ചുള്ള നേതാക്കളെ എലിമിനേറ്റ് ചെയ്യുക, ശത്രുവിന്റെ റാങ്കിൽ, മിലിറ്ററി റാങ്കിലും സിവിലിയൻ റാങ്കിലുമുള്ള ഏറ്റവും ഉന്നതരെ കൊന്നൊടുക്കുക എന്ന ഒരു തന്ത്രം. ഇത് തന്നെയാണ് ഹിസ്ബുള്ളയ്ക്കെതിരെ പ്രയോഗിച്ചത്. ഹസൻ നസറുള്ള ഉൾപ്പെടെയുള്ള
ഹിസ്ബുള്ളയുടെ ഉന്നത നേതൃത്വം കൊല്ലപ്പെട്ടു. ഹമാസിനെതിരെ ഇതേ തന്ത്രം തന്നെയാണ് പ്രയോഗിച്ചത്. ഇസ്മായിൽ ഹനിയ, യഹിയ സിൻവാർ എന്നിങ്ങനെയുള്ള ഹമാസിന്റെ മുൻനിര നേതാക്കൾ ആരും തന്നെ ഇന്ന് ജീവനോടെയില്ല. ഏതാണ്ട് അതേ തന്ത്രം തന്നെ ഇറാനെതിരെയും പ്രയോഗിക്കുമ്പോൾ ഇറാൻ ഹാസ് നോ ഓപ്ഷൻ ബട്ട് ടു ഗോ ഫോർ എൻ ഓൾ ഔട്ട് വാർ. അതുകൊണ്ടാണ് ഒരുപക്ഷെ തിരിച്ചടി മുൻകാലത്തെ കഴിഞ്ഞ വർഷം സംഭവിച്ചതിനേക്കാൾ തീവ്രമായ തിരിച്ചടി ഉണ്ടായത്. അതുകൊണ്ടാണ്. രണ്ടാമത്തെ ഒരു കാരണം, മുൻപ് ആക്രമണം ഇസ്രായേൽ നടത്തിയത് പ്രോക്സികൾക്കെതിരെയാണ്. ഹൂതികൾക്കെതിരെയും ഹമാസിനെതിരെയും ഹിസ്ബുള്ളയ്ക്കെതിരെയും ഷിയ ഗ്രൂപ്പുകൾ പല ഇടങ്ങളിലായിട്ടുള്ള ഇറാഖിലും സിറിയയിലുമുള്ള ഷിയ ഗ്രൂപ്പുകൾക്കെതിരെയും ഒക്കെ ഇസ്രായേൽ ആക്രമണം നടത്തി. അതിനുള്ള ഒരു തിരിച്ചടി എന്ന നിലയിലാണ് ഇറാൻ ആക്രമിച്ചത്. ഇപ്രാവശ്യം ഇസ്രായേൽ നേരിട്ട് ഇറാനെ ആക്രമിച്ചിരിക്കുന്നു. അതിനുള്ള തിരിച്ചടിയാണ്. അതുകൊണ്ട് ഇപ്പോൾ മറകളൊക്കെ നീക്കിക്കൊണ്ട് പ്രോക്സികളെ ഉപയോഗിക്കാതെ രണ്ട് പ്രമുഖ രാജ്യങ്ങൾ, ലോകത്തെ 15ാമത്തെ സൈനിക ശക്തിയായ ഇസ്രായേലും ലോകത്തെ 16ാമത്തെ സൈനിക ശക്തിയായ ഇറാനും നേർക്ക് നേർ മുഖാമുഖം വരുന്നത് അത്ര നല്ലതിനല്ല, ലോക സമാധാനത്തിന് നല്ലതിനല്ല. രണ്ടും ആണവ ത്രഷോൾഡിലുള്ള ഒരു രാജ്യം, അൺഡിക്ലെയർഡ് പക്ഷേ ക്രെഡിബിൾ ന്യൂക്ലിയർ പവർ ആയ ഇസ്രായേൽ. ഈ രണ്ട് രാജ്യങ്ങളും മുഖാമുഖം വരുമ്പോൾ ഒരു ആണവ യുദ്ധത്തിനുള്ള സാധ്യത പോലും പൂർണ്ണമായി തള്ളിക്കളയാനാവില്ല. കാരണം ഇറാന്റെ ആണവ ആയുധ നിർമ്മാണമാണ് തീർച്ചയായും ഈ ഒരു ആക്രമണത്തിന് ഇസ്രായേലെ പ്രേരിപ്പിച്ചത് എന്ന് നിസ്സംശയം പറയാം. കാരണം ഇറാൻ ഒരു ത്രഷോൾഡ് പവറാണ്. ഏതാണ്ട് 60%, ഇത്രയും ഉപരോധങ്ങൾ ഉണ്ടെങ്കിൽ പോലും 60% യുറേനിയം സമ്പുഷ്ടീകരണ കപ്പാസിറ്റി ഇറാൻ കൈവരിച്ചു കഴിഞ്ഞു. എന്നാൽ 2015 അമേരിക്കയും ഇറാനും തമ്മിലുള്ള കരാറിൽ 3.7% വരെ സമ്പുഷ്ടീകരിക്കാനുള്ള അനുവാദം മാത്രമാണ് ഇറാന് നൽകിയിരുന്നത്.